ഹായ് കൂട്ടുകാരെ, ഇപ്പം എല്ലാവർക്കും ശാലിനി എൻ്റെ കൂട്ടുകാരി വ്ളോഗ്സിലോട്ട് സ്വാഗതം. ഓണായിട്ട് നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കാൻ പോണേണ് കേട്ടോ. ഇപ്പം നമ്മൾ മത്തങ്ങയും ചേനയും പയറും വെച്ചിട്ടാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഇത് മത്തങ്ങ നമ്മൾ ചെത്തിയെടുക്കാൻ കേട്ടോ. അതിൻ്റെ തൊലി ശരിക്കും ചെത്തിക്കളയണം. ചെത്തിക്കളഞ്ഞിട്ട് അരിഞ്ഞ് കഴുകിയെടുക്കുക നമുക്ക്. പിന്നെ ചേന നമുക്ക് അതുപോലെ ഒത്തിരി ചെറിയ കഷ്ണങ്ങളാക്കരുത് കേട്ടോ. ചെറിയ കഷ്ണമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അലിഞ്ഞും പോകും, ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പയർ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂറൊക്കെ കുതിർത്തി എടുക്കാം പയർ. എൻ്റെ ചേന അരിഞ്ഞ് ഇത്രയും വലിപ്പത്തിലാണ് കേട്ടോ ഇടുന്നത്. ഞാനുണ്ടാക്കുമ്പോൾ ഇച്ചിരി ചെറുതാക്കാം, അമ്മ ഇത്തിരി വലിപ്പത്തിലൊക്കെയാണ് ഇടുന്നത്. പയർ നമ്മൾ കുതിർത്ത് വെച്ചായിരുന്നു, എടുത്ത് കുക്കറിലിടുകയാണ്. അമ്മ പയറും ചേനയും മത്തങ്ങയൊക്കെ വേറെ വേറെയാണ് വേവിക്കണത് കേട്ടോ. ഞാനെല്ലാം കൂടെ ഒരുമിച്ചൊക്കെ ഇട്ട് വേവിക്കുവേ. പയറിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, ഉപ്പൊഴിക്കുക, എന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് ഇടാം. പയർ കുതിർത്തിയെടുക്കണതായിരിക്കും നല്ലത്. വൻപയറാണ് കേട്ടോ. അപ്പോൾ നമുക്കത് വേവിച്ചിട്ട് വരാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ വേവിച്ച് ഇനി നമുക്ക് അടുത്തത് ചേന ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പയർ വെന്തിട്ടുണ്ട്. ഈ ഓണത്തിനൊക്കെ അല്ലേ നമ്മൾ ആകെ എരിശ്ശേരിയൊക്കെ വെക്കുകയുള്ളൂ. ഈ എരിശ്ശേരി ഒന്നും വെക്കാൻ അത്ര വലിയതൊന്നുമില്ലായിരുന്നു കേട്ടോ. ഒന്നാമതേ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ലാത്ത സാധനമാണ് എരിശ്ശേരി. അതുകൊണ്ട് അതങ്ങനെ ഉണ്ടാക്കാൻ നോക്കാറില്ല. ഇപ്പോൾ വെക്കും. ഇതേ ചേന ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ ഒഴിച്ച് നമുക്ക് അത് അടച്ച് വെച്ച് വേവിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ ഇതായിട്ട് വേവിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അമ്മ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഞാനുണ്ടാക്കുമ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് പയർ ഞാൻ ആദ്യം വേവിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരുമിച്ചിട്ടാണ് വേവിക്കണത്. നമുക്ക് പിന്നെ അതിന് വേണ്ടത് തേങ്ങ ചിരണ്ടിയെടുത്ത് തേങ്ങയും കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ജീരകം, മഞ്ഞൾപ്പൊടി ഇതിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരച്ചെന്ന് വെച്ചാൽ ഇങ്ങനെ ഒത്തിരി ഇതാക്കി അങ്ങ് അരക്കരുത്, പയ്യെ ഒന്ന് കറക്കിയെടുത്താൽ മതി. ഒന്ന് കറക്കിയല്ല, ഒരു ഇച്ചിരി അത്യാവശ്യം അരയണം. പിന്നെ നമ്മളിതിനകത്ത് തേങ്ങ വറുത്തിടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കണം. മുളക് പൊടി ഇട്ട് നമ്മൾ അതിനകത്ത് ഇത് മത്തങ്ങ വേവിച്ചിട്ടുണ്ടായില്ല കേട്ടോ. മത്തങ്ങ വേവിക്കണതാണ്. ഇടയ്ക്ക് എവിടെയോ ഇത് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ. മത്തങ്ങ അതിന് അടി കിടക്കണതിനെല്ലാം കുടഞ്ഞ് മുകളിൽ കയറ്റി വെക്കുവാണ്. എന്നിട്ട് ഒന്നും കൂടി വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇടയ്ക്ക് ഇതായി പോയതാണ് കേട്ടോ. കറിവേപ്പില ഇട്ട് എഡിറ്റ് ചെയ്തപ്പോൾ പറ്റിയൊരു മിസ്റ്റേക്കാണത്. വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം. കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുവേ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ടാണ് വേവിക്കുന്നത്. അതും കൂടി ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതെല്ലാം വേവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ തേങ്ങ അരച്ചത് ഇടുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ വറുത്തെടുക്കും. കുറച്ച് തേങ്ങ വറുത്തെടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ എരിശ്ശേരി അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എരിശ്ശേരി റെഡി ആയി കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയുമാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയുമാണ്. അപ്പോൾ നമ്മൾ ഇത് വേവിക്കാൻ വെച്ച് ഞങ്ങൾക്കിത് വെന്ത് കഴിയുമ്പോൾ തേങ്ങ അരച്ചതും കൂടി ഇട്ട് അത്യാവശ്യം തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തേങ്ങ വറുത്തതും ഇട്ട് നമ്മുടെ എരിശ്ശേരി റെഡിയായി.
ഇത്രേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ബായ്. എരിശ്ശേരി റെഡിയായി. ഇത്രേ ഉള്ളൂ.